കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 24-ാമത്തെ വചനം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാകുന്നു ദൈവം. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ ഭാര്യ ഇസബെൽ മിസ്രൈം രാജ്യത്ത് നിന്നുള്ളവളായിരുന്നു. മിസ്രൈം രാജ്യത്ത് പൂജാബിംബങ്ങളെ ആരാധിച്ചു പോരുന്ന സ്ത്രീ ഇസ്രായേൽ രാജാവുമായി വിവാഹം കഴിഞ്ഞ ശേഷം ബിംബ ആരാധനയിലേക്കും ബാൽദേവനെ ആരാധിക്കുന്നതായി കടന്നു പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ദൈവമായ യഹോവയെ ആരാധിക്കാതെ ഈ ലോകത്തിലുള്ള ആരാധന അനുഷ്ഠാന കർമ്മത്തിലേക്ക് പോകുമ്പോഴാണ് ഏലിയ എന്ന പ്രവാചകൻ ആഹാബിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ ഇടവന്നത്. അവിടെ കടന്നു ചെന്ന് യഥാർത്ഥ ദൈവം ആരാണ്, സ്വർഗത്തിൽ നിന്ന് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശ്വര പ്രതിഷ്ഠിക്കുന്ന 400 പ്രവാചകന്മാരെയും ചേർത്ത് വെച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ബലിപീഠങ്ങൾ ഒരുക്കുക. ബലിപീഠത്തിൽ ഒരുക്കി ബലിമൃഗത്തെ മുറിച്ച് നിങ്ങൾ തീ കൊടുക്കരുത്. നിങ്ങളുടെ ബാൽദേവനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. യഥാർത്ഥ ദൈവമാണെങ്കിൽ അവിടെ നിന്ന് അഗ്നി ഇറക്കി പ്രാർത്ഥന കേൾക്കും. എന്നാൽ ഇവിടെ പ്രിയമുള്ളവരെ, രാവിലെ മുതൽ അവർ വിളിച്ചു, നിലവിളിച്ചു, ശരീരം മുറിപ്പെടുത്തി, അവർ പ്രാർത്ഥിച്ച് ശരീരത്തിൽ സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഉത്തരം കിട്ടിയില്ല. പ്രവാചകനായ ഏലിയാവ് പറഞ്ഞു, ബാൽ ഉറങ്ങുകയായിരിക്കും, ദീപാസ്വപ്നം കാണുകയായിരിക്കും, എവിടെയെങ്കിലും യാത്ര പോയതായിരിക്കും, ഉറച്ചു വിളിക്കാൻ പറഞ്ഞു. അവർ ഒച്ചത്തിൽ വിളിച്ചു. യഥാർത്ഥ ദൈവമല്ലാത്തത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നു. എന്നാൽ ഏലിയ പ്രവാചകൻ അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, കാരണം യാക്കോബിന്റെ പുത്രന്മാരായ 12 ഗോത്രത്തിലുള്ള 12 കല്ലെടുത്തു വെച്ചു. അവർ യാഗപീഠം പണിതു. അതിന് മേല് യാഗമൃഗത്തെ കൊന്ന് അവിടെ ബലിപീഠത്തിൽ വെച്ച ശേഷം സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. യഥാർത്ഥ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമ്പോൾ രാവും പകലുമില്ലാതെ നിലവിളിച്ചവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ വന്നപ്പോ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞു. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുവാനുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള വഴി ഏലിയാവ കാണിച്ചത്. എന്നാൽ യഥാർത്ഥമല്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നവരെ മുഴുവൻ അവിടുന്ന് കൊന്നുകളയാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മുന്നിൽ ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഉത്തരം കിട്ടാത്ത അനേകം പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇവിടെ ഓർക്കണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാ. സ്വർഗത്തിലേക്ക് നോക്കിയൊന്ന് വിളിക്കാമോ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന്. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന കർത്താവ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ എപ്പോഴും വിളിക്കണം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.